കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മളുടെ 4th ചാപ്റ്റർ. അതിൽ അത്യാവശ്യം വേണ്ട ടിപ്സുകളാണ് പറയുന്നത്. കാൽക്കുലേഷന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമുക്കത് ഉപയോഗിക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ മൊഡ്യൂളിലെ ഏറ്റവും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. എക്സ് ബാർ എന്ന് പറയുന്നത് എപ്പോഴും സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ x1, x2, x3, x4 അങ്ങനെ n സാമ്പിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ആ n സാമ്പിൾസിന്റെ ടോട്ടൽ ബൈ n. 3 സാമ്പിൾ ആണുള്ളതെങ്കിൽ x1, x2, x3 ആണെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 ബൈ n. അതാണ് നമ്മുടെ സാമ്പിൾ മീൻ എക്സ് ബാർ എന്ന് പറയുന്നത്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒരു എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇതൊക്കെ കൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒരു 1-2 പേജിലേക്ക് ചുരുക്കി ചെറിയ ചെറിയ ഫോമുലായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ടിപ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ബാർ ഇസ് ദ ടോട്ടൽ ബൈ എൻ സാമ്പിൾ മീൻ. വൈ ബാർ എന്ന് പറയുന്നത് നമ്മൾ കോറിലേഷൻ ഡീൽ ചെയ്തിട്ടുള്ള നോട്ട് എഴുതി അസൈൻമെന്റ് ഒക്കെ എഴുതി കഴിഞ്ഞു. അതിന്റെ ഓവറോൾ കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പൊ അറിയാം നമുക്ക്. അപ്പൊ അതിന്റെ ടിപ്സ് ആണ് പറയുന്നത്. എക്സും വൈയും 2 വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ, കോറിലേഷൻ, ലീനിയർ ആയിട്ടുള്ള റിലേഷൻ. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ y = ax + b, എക്സിന്റെയും വൈന്റെയും പവർ ഡിഗ്രി 1 ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതാൻ പറ്റുന്ന റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് കോറിലേഷൻ. അപ്പൊ കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് എക്സ് വൈ 2 വേരിയബിൾ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം അതാണ് പറയുന്നത്. ആദ്യം നമുക്ക് എക്സ് ബാർ എന്ന് പറയുന്ന സാമ്പിളിന്റെ ആവറേജ്, സാമ്പിൾ മീൻ, ഒബ്സർവേഷന്റെ മീൻ, ഒന്നാമത്തെ വേരിയബിളിന്റെ മീൻ. എക്സ് ബാർ ഇസ് ദ ടോട്ടൽ ബൈ എൻ, ടോട്ടൽ ഓഫ് എക്സ് ബൈ എൻ. എൻ വാല്യൂസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ എൻ വാല്യൂസ് ഐ വാരീസ് 1 to n. ഐ എന്ന് കൊടുത്തിട്ടുള്ള സഫിക്സ് ആയി കൊടുക്കാൻ കാരണം ഐ എന്ന് പറയുന്നതാണ് വാരിയബിലിറ്റി കാണിക്കുന്നത്, എണ്ണം കാണിക്കുന്നത്. x1, x2, x3 എന്ന് തുടങ്ങി n വരെയുള്ള ഒബ്സർവേഷന്റെ എണ്ണം ആണ് n കാണിക്കുന്നത്. ആ ഐ കാണിക്കുന്നത് ഐ ഈസ് 1, 2, 3 up to n. അപ്പം x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് xn ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് ബാർ ഇസ് ദ സാമ്പിൾ മീൻ. അതേപോലെ വൈയുടെ ആവറേജ്, സാമ്പിൾ ആവറേജ് അല്ലെങ്കിൽ സാമ്പിൾ മീൻ വൈ ബാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈ ഒബ്സർവേഷന്റെ മീൻ എന്ന് പറയുന്നത് y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് yn ബൈ n ആണ്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. പിന്നെ വാരിയൻസ് ഓഫ് എക്സ്, അടുത്ത ടേം. വാരിയൻസ് എന്ന് പറയുന്നത് മീൻ സ്ക്വയർ ഡീവിയേഷൻ ആണ്. വാരിയൻസ് എന്ന് പറയുന്നത് മീൻ സ്ക്വയർ ഡീവിയേഷൻ ആണ്. ആ വേർഡിൽ തന്നെ ഉണ്ട് എന്താണെന്ന്, മീൻ സ്ക്വയർ ഡീവിയേഷൻ. എന്താ ഡീവിയേഷൻ? ഡീവിയേഷൻ ഫ്രം ദ ആവറേജ്. എക്സ് മൈനസ് എക്സ് ബാർ കാണാം, അതിന്റെ സ്ക്വയർ കാണാം, അതിന്റെ മീൻ കാണാം. അപ്പൊ മീൻ എന്ന് പറയുന്നത് ടോട്ടൽ ബൈ എൻ എന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് ബാർ കാണാം, സ്ക്വയർ കാണാം, ടോട്ടൽ ബൈ എൻ കാണാം. ഇറ്റ് ഇസ് ദ വാരിയൻസ്. Variance is the mean square deviation. Variance is the mean square deviation. ഇപ്പം വാരിയൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിഗ്മ സ്ക്വയർ എക്സ് എന്നാണ്. സിഗ്മ സ്ക്വയർ എക്സിന്റെ അപ്പൊ ഫോമായിട്ട് നമുക്ക് പറയാം മീൻ ടോട്ടൽ ബൈ എൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ എക്സ് മൈനസ് എക്സ് ബാർ. അതിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലൊക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ഫോർ കാൽക്കുലേഷൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിംപ്ലിഫൈഡ് ഫോം ഉപയോഗിക്കാം. എന്താ? ടോട്ടൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ എൻ. എന്ത് കാണണം? എക്സ് സ്ക്വയറിന്റെ വാല്യൂസ് കാണാം, അതിന്റെ ടോട്ടൽ കാണാം. എക്സ് ആണ് തന്നിട്ടുള്ളത്, വൈ ആണ് തന്നിട്ടുള്ളത്. എക്സിന്റെയും വൈയുടെയും എന്ത് കാണാം? വാരിയൻസ് കാണണമെങ്കിൽ എക്സിന്റെ സ്ക്വയർ കാണാം, അതിനെ ടോട്ടൽ ചെയ്യുക, എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൈനസ് എക്സ് ബാർ അതിന്റെ ആവറേജ് സ്ക്വയർ, എക്സ് ബാർ സ്ക്വയർ. അല്ലെങ്കിൽ ഈ എൻ എൽ സി എം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, എന്നിനെ ഒരു കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1/n ഇൻറ്റു 1/n കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് സമ്മേഷൻ എക്സ് സ്ക്വയർ, സമ്മേഷൻ എക്സ് സ്ക്വയർ. ഇവിടെ ആ എന്നിന്റെ എഫക്റ്റ് കൊടുക്കണം. അപ്പൊ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം, എൻ എക്സ് ബാർ സ്ക്വയർ. അപ്പൊ ഈ 2 ഫോമുലയും നമുക്ക് കാൽക്കുലേഷൻ വേണ്ടി ഉപയോഗിക്കാം. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മീൻ സ്ക്വയർ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിയൻസ് അപ്പൊ സ്ക്വയറുകളുടെ ആവറേജ് ആണ്. അത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. വാരിയൻസ് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. വാരിയൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതേപോലെ സിമിലർലി വാരിയൻസ് ഓഫ് വൈ, 2 വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞു, ബൈവേരിയറ്റ് കേസ് ആണ്. രണ്ടാമത്തെ വേരിയബിൾ വൈ ആണ്. വൈന്റെ വാരിയൻസ് സിഗ്മ സ്ക്വയർ വൈ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1/n സം ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ. അപ്പൊ മീൻ ടോട്ടൽ ബൈ എൻ ഇസ് മീൻ സ്ക്വയർ ഡീവിയേഷൻ വൈ മൈനസ് വൈ ബാർ, അതിന്റെ സ്ക്വയർ ടോട്ടൽ ബൈ എൻ, മീൻ സ്ക്വയർ ഡീവിയേഷൻ. അപ്പൊ അത് കാണാനായിട്ട് എങ്ങനെ കാണാം? ഫോർ കാൽക്കുലേഷൻ ഇറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ വൈ സ്ക്വയർ ബൈ എൻ. വൈ ഒബ്സർവേഷന്റെ സ്ക്വയർ കാണാം,
അതിന്റെ ടോട്ടൽ കാണാം, n കൊണ്ട് ഡിവൈഡ് ചെയ്യാം, സമ്മേഷൻ y സ്ക്വയർ ബൈ n മൈനസ് y ബാർ സ്ക്വയർ, yയുടെ ആവറേജിന്റെ സ്ക്വയർ. അതിനെ 1/n നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/n കോമൺ ഫാക്ടർ ആയിട്ട് എടുത്താൽ LCM കണ്ടു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 1/n ഓഫ് മൊത്തം ബ്രാക്കറ്റ് ആണ് 1/n സമ്മേഷൻ y സ്ക്വയർ മൈനസ് n y ബാർ സ്ക്വയർ. അപ്പം സിഗ്മ സ്ക്വയർ y, സിഗ്മ സ്ക്വയർ x, രണ്ട് വാരിയൻസ്, മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്താണെന്ന് അറിയാം. മീൻ ഓഫ് x ബാർ, മീൻ ഓഫ് x ബാർ, മീൻ ഓഫ് y ബാർ എന്താണെന്ന് മനസ്സിലായി അല്ലെ. അടുത്തൊരു ടേം വാരിയൻസ് കാണുമ്പോൾ എക്സില് മാത്രമാണ്, വാരിയൻസ് ഓഫ് y കാണുമ്പോൾ വൈയില് മാത്രം. ഈ രണ്ട് വാരിയബിളിന്റെ കേസിലുള്ള വാരിയബിലിറ്റി കാണാനായിട്ട് കൊവാരിയൻസ് എന്ന് പറയുന്ന ഒരു ടേം. കൊവാരിയൻസ് പറയുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഡീവിയേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടി പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ് ആണ്. വാരിയൻസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, കാൽക്കുലേഷൻ നടത്താൻ അറിയാം. അതിന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുക, പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുക. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ് ആണ് സിഗ്മ എക്സ്. സിഗ്മ സ്ക്വയർ എക്സ് വാരിയൻസ് ആണെങ്കിൽ അതിന്റെ റൂട്ട് എടുത്താൽ സിഗ്മ എക്സ്. സിഗ്മ സ്ക്വയർ വൈ വാരിയൻസ് ആണെങ്കിൽ അതിന്റെ റൂട്ട് എടുത്താൽ സിഗ്മ വൈ. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു കൊവാരിയൻസ് ഓഫ് എക്സ് വൈ. രണ്ട് വാരിയബിളിന്റെ വാരിയബിലിറ്റി പറയുകയാണ്. എന്തിനോടുള്ള വാരിയബിലിറ്റി? മീനിനോടുള്ള വാരിയബിലിറ്റി. ഇറ്റ് ഈസ് സിംപ്ലിഫൈഡ് ഫോം ആണ് എഴുതിയത്, ബാക്കി ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. 1/n സമ്മേഷൻ എക്സ് വൈ, എക്സിന്റെയും വൈയുടെയും പ്രൊഡക്റ്റിന്റെ ടോട്ടൽ എടുക്കുക, ഡിവൈഡ് ബൈ n. ഓക്കെ, എന്ന് വെച്ചാൽ മീൻ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ. അപ്പം സം എക്സ് വൈ ബൈ n മൈനസ് എന്ത് വേണം, എക്സ് ബാർ വൈ ബാർ, ആവറേജിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതിനെ സിംപ്ലിഫൈ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ 1/n കോമൺ ആയിട്ട് എടുത്തു. 1/n ഓഫ് എന്തെടുക്കണം, സമ്മേഷൻ എക്സ് വൈ മൈനസ് എന്നിന്റെ എഫക്റ്റ് ഇവിടെ കൊടുത്തു, n എക്സ് ബാർ വൈ ബാർ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇറ്റ് ഇസ് കൊവാരിയൻസ്. കൊവാരിയൻസ് കാണാനുള്ള രണ്ട് ഫോർമാറ്റ് ആണ് എഴുതി വെച്ചിട്ടുള്ളത്. കൊവാരിയൻസ്, അപ്പൊ നമുക്ക് കൊവാരിയൻസ് അറിയാം, വാരിയൻസ് അറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം, മീൻ അറിയാം. ഇത് കാണാനുള്ള ഫോർമുലകളൊക്കെ അറിയാം. ഇത്രയും അറിയാമെങ്കിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കോറിലേഷൻ. എന്താണ് കോറിലേഷൻ? കോറിലേഷൻ ഇസ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾ. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ, എക്സും വൈയും പവർ, വാരിയബിളിന്റെ പവർ ഡിഗ്രി 1 ആണ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ വാരിയബിളിന്റെ ഡിഗ്രി 1 ആയിരുന്നു. അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം, y ഈക്വൽ ടു ax പ്ലസ് b. വൈയുടെ പവർ 1, ax, എക്സിന്റെ പവർ 1 പ്ലസ് b, എയും ബിയും കോൺസ്റ്റന്റ്സ് അല്ലേ. അപ്പം ഇവിടെ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടോ, ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് അതിനൊരു കോഎഫിഷ്യന്റ് ഡിഫൈൻ ചെയ്തിട്ട്, എന്താണ്, കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. കാൾ പിയേഴ്സന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉണ്ട്. അതെന്താണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, ഫോർമുല പഠിക്കുന്നതിനേക്കാളും എപ്പോഴും ഞാൻ പറയാറുണ്ട് അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതെന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. ദിസ് ഇസ് എന്താണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ബിറ്റ്വീൻ കൊവാരിയൻസ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ a by b ഫോം ഉണ്ടാവും. അപ്പൊ റേഷ്യോ ബിറ്റ്വീൻ കൊവാരിയൻസ് വിത്ത് എന്തിനോടാണ്, പ്രൊഡക്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ താഴെ വരുന്ന ടേം പ്രൊഡക്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എന്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? എക്സിന്റെയും വൈയുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ എന്താണ് കോറിലേഷൻ? കോറിലേഷൻ എന്ന് പറയുന്നത് കൊവാരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രൊഡക്റ്റുമായിട്ടുള്ള റേഷ്യോ ആണ്. റേഷ്യോ covariance by sigma x into sigma y. Covariance by sigma x into sigma y. It is denoted as rho xy. Rho xy. Rho xy is the covariance of xy by sigma x into sigma y. നമ്മൾ കൊവാരിയൻസിന്റെ ഫോമായിട്ട് ഇവിടെ ഉണ്ട്. കൊവാരിയൻസിന്റെ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിഗ്മ എക്സിന്റെ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിഗ്മ വൈയുടെ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ 1/n സമ്മേഷൻ എക്സ് വൈ മൈനസ് എക്സ് ബാർ വൈ ബാർ ഡിവൈഡ് ബൈ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ, അതിന്റെ റൂട്ട് വാരിയൻസ് കണ്ടു, അതിന്റെ റൂട്ട് എടുത്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ബൈ n മൈനസ് വൈ ബാർ സ്ക്വയർ, വാരിയൻസ് ഓഫ് y കണ്ടു, അതിന്റെ റൂട്ട് എടുത്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. അപ്പൊ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. ഇനി വീണ്ടും എന്ത് ചെയ്യാം, 1/n കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തു. അപ്പൊ ഇവിടെ 1/n കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുമ്പോൾ ഈ ഫോമിലായി 1/n കോമൺ ആയിട്ടുണ്ട്. ഇവിടെ റൂട്ട് ഉണ്ട്, റൂട്ടിനുള്ളിൽ 1/n കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ റൂട്ടിനുള്ളിൽ 1/n എടുക്കുമ്പോൾ റൂട്ട് ഓഫ് ദിസ് ഫോമുല വരും. ഇവിടെയും റൂട്ടിനുള്ളിൽ 1/n കോമൺ ആയിട്ട് എടുത്തു, റൂട്ട് ഓഫ് ദിസ് ഫോമുല വരും. അപ്പൊ ഇവിടെ റൂട്ട് ഓഫ് 1/n ഇൻറ്റു റൂട്ട് ഓഫ് 1/n, രണ്ട് റൂട്ടിനുടേലും 1/n കോമൺ ആയിട്ടുണ്ട്. അപ്പൊ റൂട്ട് ഓഫ് 1/n ഇൻറ്റു റൂട്ട് ഓഫ് 1/n എന്തായി മാറും, റൂട്ട് ഓഫ് a ഇൻറ്റു റൂട്ട് ഓഫ് a.
a ആണ്. റൂട്ട് ഓഫ് 1/n ഇൻറ്റു റൂട്ട് ഓഫ് 1/n 1/n ആണ്. അപ്പൊ താഴെ 1/n ഉണ്ട്, മുകളിൽ കോമൺ ആയിട്ട് വന്നിട്ടുള്ള 1/n ഉണ്ട്. അപ്പൊ 1/n ക്യാൻസൽ ആണ് അല്ലേ? അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഫോർമുല എങ്ങനെ എഴുതാം? കൊവാരിയൻസ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിംപ്ലിഫൈഡ് ഫോർമുല എങ്ങനെ എഴുതാം? സിഗ്മ എക്സ് വൈ മൈനസ് എൻ എക്സ് ബാർ വൈ ബാർ ഡിവൈഡഡ് ബൈ summation x square minus n x bar square into summation y square minus n y bar square. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇത് LCM എടുക്കുന്നത് മാറി അല്ലെങ്കിൽ 1/n കോമൺ ആയിട്ട് എടുക്കുന്നത് പല രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. പല ടെക്സ്റ്റിലും പല രീതിയിലുണ്ടാവും. അപ്പം അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ട് ഏതാണോ തോന്നുന്നത് ആ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. അതിന്റെ കൺസെപ്റ്റ് എങ്ങനെ വന്നാലും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കോറിലേഷന്റെ ഒരു അബ്സ്ട്രാക്ട് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് കോറിലേഷൻ കാണാം. കോറിലേഷൻ 3 തരത്തിലാണെന്ന് തോന്നുന്നു. സിഗ്മ എക്സ് വൈ എങ്ങനെയാണ്, ഇത് വെച്ചിട്ടാണ് എങ്ങനെയാണ് കോറിലേഷൻ മനസ്സിലാക്കുക. കോറിലേഷൻ മനസ്സിലാക്കാനായിട്ട് റോവിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ. എക്സ് കൂടുമ്പോൾ വൈ കൂടും, എക്സ് കുറയുമ്പോൾ വൈ കുറയും. ഓക്കെ, ഹൈറ്റും വെയിറ്റും, ഹൈറ്റ് കൂടുമ്പോൾ വെയിറ്റും കൂടാം, ഹൈറ്റ് കുറയുമ്പോൾ വെയിറ്റ് കുറയാം. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ. റോ എക്സ് വൈന്റെ വില ഈ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് വില കിട്ടിയത് 0 ആണെങ്കിൽ നോ കോറിലേഷൻ. There is no correlation. എക്സ് കൂടുമ്പോൾ വൈ കൂടുകയോ കുറയുകയോ ചെയ്യണമെന്നില്ല, രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. മൂന്നാമത്തെ റോ എക്സ് വൈ ലെസ് ദാൻ 0 നെഗറ്റീവ് കോറിലേഷൻ. എക്സ് കൂടുമ്പോൾ വൈ കുറയുക അല്ലെങ്കിൽ എക്സ് കുറയുമ്പോൾ വൈ കൂടുക, അങ്ങനെയാകുമ്പോൾ നെഗറ്റീവ് കോറിലേഷൻ. 3 തരം കോറിലേഷൻ. ഇത് മനസ്സിലാക്കണം. ഈ റിലേഷൻ എങ്ങനെയാണ്? എക്സ് കൂടുമ്പോൾ വൈ കൂടുകയാണോ, എക്സ് കൂടുമ്പോൾ വൈ കുറയുകയാണോ, അത് തമ്മിൽ റിലേഷൻ ഉണ്ടോ, ലീനിയർ റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കോറിലേഷൻ കോഎഫിഷ്യന്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ കാൽക്കുലേറ്റ്? എപ്പോഴും കോളം വൈസ് ഡാറ്റ എഴുതി കഴിഞ്ഞാൽ അതിന്റെ സം കാണാൻ എളുപ്പം. അപ്പൊ റോ ഇവിടെ സ്റ്റാർട്ടിംഗ് മുതൽ എക്സ് ബാർ കാണണമെങ്കിൽ എക്സിന്റെ ടോട്ടൽ വേണം. എക്സിന്റെ ടോട്ടൽ സമ്മേഷൻ എക്സ്. സമ്മേഷൻ എക്സ് കണ്ടു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ കൊടുത്ത എക്സ് ബാർ ആയി. വൈ ബാർ കാണാൻ വൈന്റെ ടോട്ടൽ സമ്മേഷൻ വൈ കണ്ടു കഴിഞ്ഞാൽ സമ്മേഷൻ വൈ ബൈ എൻ കൊടുത്ത വൈ ബാർ ആയി. ഇനി വാരിയൻസ് കാണാൻ എന്ത് വേണം? എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ വേണം. അപ്പം എക്സ് സ്ക്വയറിന്റെ കോളം എഴുതുക, അതിന്റെ ടോട്ടൽ സമ്മേഷൻ എക്സ് സ്ക്വയർ കാണാം, എന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാരിയൻസ് കിട്ടി. വാരിയൻസ് ഓഫ് വൈ കാണാൻ സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ വേണം. അപ്പൊ വൈ സ്ക്വയറിന്റെ ഒരു കോളം എഴുതാം, സമ്മേഷൻ വൈ സ്ക്വയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാരിയൻസ് കിട്ടി. ഇനി കൊവാരിയൻസ് കാണണമെങ്കിൽ സമ്മേഷൻ എക്സ് വൈ വേണം. എക്സും വൈ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ വേണം. അപ്പൊ എക്സ് വൈയുടെ ഒരു കോളം എഴുതുക, അതിന്റെ ടോട്ടൽ കാണാം, കൊവാരിയൻസ്. ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേഷൻ ആയിട്ട് ഓർമ്മിച്ചു വെക്കണം. ഇത്രയും അറിയാമെങ്കിൽ ഈ സം ഓഫ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ്. ഈ സം ഓഫ് വാല്യൂ ഇവിടെ കൊടുത്താൽ മീൻ കിട്ടും, ഈ സം ഓഫ് വാല്യൂ ഇവിടെ കൊടുത്താൽ വൈയുടെ മീൻ കിട്ടും. ഈ സ്ക്വയറിന്റെ വാല്യൂവും എക്സ് ബാറും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാരിയൻസ് ഓഫ് എക്സ് കിട്ടും. സമ്മേഷൻ വൈ സ്ക്വയറും എക്സ് ബാർ വൈ ബാറും കൂടി അപ്ലൈ ചെയ്താൽ സിഗ്മ സ്ക്വയർ വൈ കിട്ടും, വാരിയൻസ് കിട്ടും. സമ്മേഷൻ എക്സ് വൈയും എക്സ് ബാർ വൈ ബാറും ഇവിടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൊവാരിയൻസ് കിട്ടും. അല്ലെ, കംപ്ലീറ്റ് ഫോർമുല ബേസ്ഡ് ആക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ ഫൈനലായിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റോ എക്സ് വൈ കോറിലേഷൻ കോഎഫിഷ്യന്റ് കിട്ടും. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ഒരു സിംപ്ലിഫൈഡ് ഫോർമുല ഇതാണ്. അങ്ങനെ പല തരത്തിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. നമ്മൾ അതൊക്കെ ടിപ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, നോട്ടായിട്ട് നമുക്ക് അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണോ ഈസി ആയിട്ട് തോന്നുന്ന ആ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. ഏത് പഠിച്ചാലും നമുക്ക് ആവശ്യം സമ്മേഷൻ എക്സ്, സമ്മേഷൻ വൈ, സമ്മേഷൻ എക്സ് സ്ക്വയർ, സമ്മേഷൻ വൈ സ്ക്വയർ, സമ്മേഷൻ എക്സ് വൈ. 5 ടോട്ടൽസ്, 5 സം ആണ് ഇവിടെ വേണ്ടത്. 5 സം ആണ് നമുക്ക് വേണ്ടത്. അത് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. 3 തരം കോറിലേഷൻ ആണ്. കോറിലേഷൻ വാല്യൂ കോഎഫിഷ്യന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഫോർ കോറിലേഷൻ. എക്സ് കൂടുമ്പോൾ വൈ കൂടും, എക്സ് കുറയുമ്പോൾ വൈ കുറയും. റോ എക്സ് വൈന്റെ വാല്യൂ 0 ആണെങ്കിൽ എക്സും വൈയും തമ്മിൽ റിലേഷൻ, ലീനിയർ റിലേഷൻ ഇല്ല എന്നർത്ഥം. റോ എക്സ് വൈ നെഗറ്റീവ് ആണെങ്കിൽ എക്സ് കൂടുമ്പോൾ വൈ കുറയാം, എക്സ് കുറയുമ്പോൾ വൈ കൂടാം. ദിസ് ഓൾ അബൌട്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ്.